പ്രതിപക്ഷം പറയുന്നൊരു കാര്യം, CPIയുടെ പല വിമർശനങ്ങളും മുഖവിലയ്ക്ക് പോലും എടുക്കുന്നില്ല. അപമാനിക്കപ്പെട്ടുകൊണ്ട് എന്തിന് CPI അവിടെ നിൽക്കുന്നു? UDF ഒരിക്കലും അവർക്ക് നേരെ വാതിലെ അടച്ചിട്ടേ ഇല്ലല്ലോ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാക്കളുണ്ടല്ലോ. അത് കോൺഗ്രസ് നേതാക്കളുടെയും UDF നേതാക്കളുടെയും ഒരു പൊളിറ്റിക്കൽ പാപ്പറിസം, രാഷ്ട്രീയമായ ഒരു പാപ്പരത്വമാണ് അവരാ പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരാരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ രാഷ്ട്രീയമായ ഒരു പാപ്പരത്വ സമീപനം കാണിക്കുന്നതേ ഉള്ളൂ. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പല സന്ദർഭങ്ങളിലും ഉണ്ടാകും. ആ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉള്ളപ്പോൾ തന്നെ യോജിപ്പിൻ്റെ മേഖലയും കൂടി കണ്ടെത്തി ഒരുമിച്ച് പോകുക എന്നുള്ളതാണ് ഐക്യമുന്നണി സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ക്രക്സ്, അതിൻ്റെ കാതൽ എന്ന് പറയുന്നത് അതാണ്. അപ്പം ചില കാര്യങ്ങളിലൊക്കെ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് ചർച്ചകളിൽ കൂടി പരിഹരിച്ച് പോവുക, ഒരുമിച്ച് പോവുക, അതേ ആ ഒരു സമയം എടുക്കാൻ നോക്കൂ. ഏതെങ്കിലും ഒരു 100 പോയിൻ്റ് ഉള്ളതിനകത്ത് ഏതെങ്കിലും 1, 2, 3 തെറ്റിക്കഴിഞ്ഞാൽ അവിടെ അപമാനിതരായി കളഞ്ഞിട്ട് പോകുന്നൊരു സമീപനം എടുക്കാൻ CPM-നും ഒക്കെയില്ല, CPIക്കും ഒക്കെയില്ല, ഒരു ഘടകകക്ഷിക്കും ഒക്കത്തില്ല. അതുകൊണ്ട് LDF എന്ന പൊളിറ്റിക്കൽ അലയൻസ് ഉണ്ടാവുന്നത് ഈ ഒരുപാട് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ഇപ്പം പാർട്ടി പരിപാടികളിൽ തന്നെ വ്യത്യാസമുണ്ട്. അതൊക്കെ ഉള്ളപ്പോഴും യോജിപ്പിൻ്റെ മേഖലകൾ ഒരുപാടുണ്ടായതുകൊണ്ടാണ്, 90% യോജിപ്പിൻ്റെ മേഖലകൾ ഉണ്ടായതുകൊണ്ടാണ് ആ മുന്നണി സംവിധാനം ശക്തമായി നിലനിൽക്കുന്നത്. അതിൽ ചില വിഷയങ്ങളിൽ ചെറിയ 10% ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടായി കാണും, അല്ലെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടാവും. അതിൻ്റെ പേരിൽ മുന്നണി നിന്ന് അപമാനിതരാകുന്നു എന്നൊരു ഫീലിംഗ് ഒന്നും ഞങ്ങൾക്കുണ്ടാവത്തില്ല, ഞങ്ങൾക്കുണ്ടാവേണ്ടത് ആവശ്യമില്ല.